ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയുടെ അജയ്യമായ വിമാനവാഹിനി കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡീഗോ ഗാർഷ്യ ദ്വീപിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ആഗോള സൈനിക സമവാക്യങ്ങളെ അടിമുടി മാറ്റുകയാണ്. ടെഹ്റാനിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെ US തന്ത്രപ്രധാന മേഖലയിലുള്ള ഈ കൊച്ചു ദ്വീപിന് നേർക്ക് കുതിച്ചെത്തിയ ബാലിസ്റ്റിക് മിസൈലുകൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് അമേരിക്കൻ മേധാവി ശക്തിയെ തന്നെയായിരുന്നു. ആക്രമണത്തിൽ മിസൈലുകൾ പൂർണ്ണമായി ലക്ഷ്യം കണ്ടില്ലെങ്കിലും ഇത്രയും വലിയ ദൂരം താണ്ടി ഇറാനിയൻ മിസൈലുകൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞുവെന്നത് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ ഇറാൻ കൈവരിച്ച വൻ മുന്നേറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ കേവലം 17 ചതുരശ്ര മൈൽ മാത്രം വിസ്തൃതിയുള്ള ഈ പവിഴ ദ്വീപ് 1991 ഗൾഫ് യുദ്ധം മുതൽ ഇറാഖ്, അഫ്ഗാൻ യുദ്ധങ്ങളിൽ വരെ അമേരിക്കയുടെ പ്രധാന ആക്രമണ കേന്ദ്രമായിരുന്നു. ചെങ്കടലിലെ ബാബുൽ മന്ദബ് കടലിടുക്കിലേക്കും ദക്ഷിണ ചൈന കടലിലെ മലാക്ക കടലിടുക്കിലേക്കും ഒരുപോലെ ബോംബർ വിമാനങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഈ താവളം അമേരിക്കയുടെ ഇന്തോ പസഫിക് തന്ത്രങ്ങളുടെ ആധാരശിലയാണ്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക കെട്ടിപ്പടുത്ത ഏറ്റവും വലിയ സൈനിക കോട്ടയാണ് ഇന്ന് ഇറാന്റെ പ്രഹരപരിധിയിലായിരിക്കുന്നത്. B-2 സ്റ്റെൽത്ത് ബോംബറുകൾക്കും ആണവ അന്തർവാഹിനികൾക്കും താവളം ഒരുക്കുന്ന ഇവിടെ SM-3 ഇന്റർസെപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇറാന്റെ വെല്ലുവിളിയെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നത് വാഷിംഗ്ടണിനെ ആശങ്കയിലാക്കുന്നു. അമേരിക്കയുടെ സൈനികാധിപത്യത്തിന് ഏൽക്കുന്ന ആഘാതം കേവലം തന്ത്രപരം മാത്രമല്ല, വലിയ സാമ്പത്തിക നഷ്ടം കൂടിയാണ്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം പശ്ചിമേഷ്യയിലെ US താവളങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം $80 കോടി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജോർദാനിലെ താവളങ്ങളിൽ $485 മില്യൺ വില വരുന്ന അത്യാധുനിക താഡ് റഡാർ സംവിധാനം തകർക്കപ്പെട്ടത് ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച സംഘർഷങ്ങളിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി ലോകമെമ്പാടും ഭീതി വിതച്ചിരുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇന്ന് പ്രതിരോധത്തിലാകുന്നത് ആഗോളതലത്തിൽ അമേരിക്കൻ മേധാവി ശക്തിയുടെ തകർച്ചയുടെ ലക്ഷണമായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ അതീവ സുരക്ഷാ താവളമായ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഭയാനകമായ ഒരു യുദ്ധ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതി പടർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പേക്കൂത്തുകൾ ലോകത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കും. പതിറ്റാണ്ടുകളായി തങ്ങൾ പടുത്തുയർത്തിയ സൈനിക പ്രതിരോധ കോട്ടകൾ ഓരോന്നായി തകരുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന അമേരിക്കയുടെ അവസ്ഥ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണോ നാം നിൽക്കുന്നത് എന്ന ഭീതിയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം.